റെഗുലർ ആയിട്ട് ബ്രെഡ് ഉപയോഗിക്കാത്തവരും വളരെ കുറവായിരിക്കും. നമ്മുടെ ഇന്നത്തെ ബിസി ഷെഡ്യൂളില് ഡയറ്റിൽ എപ്പോഴെങ്കിലും കയറി വരും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മുടെ നാട്ടിൽ ബ്രെഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഏത് ബ്രെഡ് നമുക്ക് എടുക്കാം? എന്തായാലും 3 ടൈപ്പാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് വൈറ്റ് ബ്രെഡ്, സെക്കൻഡ് ഹോൾ വീറ്റിന്റെ ബ്രെഡ്, തേർഡ് എന്ന് പറയുന്നത് മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡ്. ഫസ്റ്റ് പറയുന്ന ബ്രെഡ് നമുക്ക് എടുത്തങ്ങ് മാറ്റാം, അത് നമുക്ക് ഡിസ്കഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ മൈദയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹോൾ വീറ്റ് ബ്രെഡ് ആണ്. അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കമ്പനിയിലല്ല അതിന്റെ ലേബലാണ് നമ്മൾ ശ്രദ്ധിക്കുക. 100% ഹോൾ വീറ്റ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്കത് യൂസ് ചെയ്യാം. റെഗുലർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഓൾറെഡി ഡേയ്സ് ആയും എടുക്കുന്നത് പ്രശ്നമൊന്നുമില്ല. ഇനി മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഒരുപാട് ധാന്യങ്ങൾ ഒന്ന് ചെയ്യുന്നതാണ്. അതിന്റെ പാക്കിംഗ് ലേബിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൈദ എന്നൊരു ലേബൽ അതിൽ ഉണ്ടോ എന്നുള്ളത്. എങ്കിൽ അത് ഉറപ്പായിട്ട് മേടിക്കരുത്, അതിന്റെ ഭൂരിഭാഗവും മൈദ ആഡഡ് തന്നെ ആയിരിക്കും. സോ നമ്മളിത് പാക്കറ്റുകൾ നോക്കുമ്പോൾ അതിന്റെ കളർ കണ്ടോ പുറമോടി കണ്ടോ ഒന്നും വാങ്ങിക്കരുത്, അതിന്റെ ലേബിൾ ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങിക്കും.